ഹലോ, ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വയലിൽ പോവാണ്. ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. വയനാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ എടുത്തിട്ട് വീട്ടിൽ നിന്ന് കുടിക്കാനുള്ളൊരു മടി ഞങ്ങൾ വയലിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാരും കൂടി കേട്ടോ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വയല് കാട് ഇത് കൂടി ഇങ്ങനെ നടന്നു പോവാണ്. എല്ലാരും ഉണ്ട്. മിന്നക്കുട്ടി എവിടേക്കാ? ചായ കുടിക്കാൻ. വീട്ടില് സ്ഥലമില്ലേ? ഒട്ടുമില്ല. അവനൊരു ഇളനീര് കിട്ടി, അവനിത് എടുത്തു. അത് അടിപൊളി ഇളനീരാണല്ലോ മക്കളെ. ചീത്തയമ്മ അല്ല, അമ്മോടെ വെക്കി. കുട്ടി എങ്ങടെ കുട്ടി? എങ്ങനെ പേരക്കുരുല്ല? പേരൊക്കെ ഉണ്ട് നോക്ക്. ഇന്ന് ഇവിടെ നോക്കാം. ഇല്ലമ്മ ഇല്ല. സീറോ നടക്ക്. വാ പിന്നെ കുട്ടി വാ. ഞങ്ങളുടെ സ്ഥലം നല്ല വൈബ് സ്ഥലമാണ് ഞങ്ങളുടേത്. കാപ്പിക്കുരു ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കാപ്പിക്കുരു. ഇത് നമ്മള് ഉണക്കും, പിന്നെ കുത്തും, പിന്നെ പൊടിക്കും, പിന്നെ കാപ്പി ഉണ്ടാക്കും. വയനാട്ടിൽ ഇപ്പൊ നല്ല തണുപ്പാണ്. തണുപ്പ് എത്രയാന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ സ്വെറ്റർ ഒക്കെ ഇട്ടിരിക്കുന്നത്. നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അമ്മ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നെല്ലുതാ നല്ലോണം വിളഞ്ഞ്. എന്റെ പൊന്നമ്മ, പ്രകൃതി എനിക്ക് എന്ത് ഇഷ്ടം. എനിക്ക് എത്ര കണ്ടാലും പ്രകൃതി ഇഷ്ടം. എത്ര കണ്ടാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പ്രകൃതി. വെറൈറ്റി പൂക്കള്. എനിക്ക് എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സംഗതിയാണ് പ്രകൃതി എന്ന് പറയുന്നത്. നെല്ല് കൊയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നെല്ല് കൊയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമ്മ പറയണത്. കിച്ചു, കൊയ്ത് എടുത്താലും നമുക്ക് കുറച്ച് കുട്ടി വാ. ഇവിടെ നെല്ലൊക്കെ കാറ്റടിച്ചിട്ട് മൊത്തം ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഇതിന് കൊയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിവർന്ന് നിൽക്കുന്നത് കൊയ്യുന്നതും ഈ കിടന്നുറങ്ങുന്നതിന് കൊയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കണ്ടോ, ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ്. എന്റെ ദൈവമേ, സൂപ്പർ ഡൂപ്പർ. സൂപ്പറായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ നേച്ചർ അല്ലേ? വെരി ബ്യൂട്ടിഫുൾ. എനിക്കാണെങ്കിൽ പ്രകൃതി കണ്ടിട്ട് സഹിക്കുന്നില്ല. പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇവനിങ്ങനെ കണ്ണി കണ്ട പൂക്കളൊക്കെ വിന്നമ്മയ്ക്ക് വേണ്ടി എടുത്തോണ്ടിരിക്കുകയാണ്. പൂ കാണാനില്ല. ഇവ കേറ് പൊന്നോ. ഇവിടെ നിറച്ചും തൊട്ടാവാടിന്റെ മുള്ളുകളാണ്. നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ കാലിൽ മുള്ളു കൊള്ളില്ല കൊണ്ട് ഞാൻ ഇതിനെ എടുക്കുകയാണ്. ഇതുണ്ടോ, നിറച്ചും തൊട്ടാവാടി. അമ്മേ, മുളച്ചിരിക്കണോണ്ടേ. ഇവരെന്താണ് ബാഗ് കൂടെ വെച്ച് പോയിരിക്കണേ? കഴിഞ്ഞു. ഇറങ്ങി അവര് പോയമ്മ. പുഴയിലിറങ്ങിയോ? ഇറങ്ങാൻ പറ്റൂ? എന്താ ഈ വരത്തിലെല്ലാരും തൂങ്ങി മരിച്ചേ? ഒരു പണിക്കാരൻ. പണിക്കാരനല്ലേ? അല്ലല്ല, രസമുണ്ട്. പക്ഷെ ഇവിടെ ചായ പിടിക്കണ്ട. വൈബ് വെരി കിച്ചു പോ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ ഒന്നും ചായ പിടിക്കാൻ പറ്റില്ല. പിന്നെ എവിടെന്നാ നമ്മളങ്ങ് പോകുന്ന കഴിക്കുന്നത്? ഏയ്, ആൾക്കാരായിരിക്കോ. ഞാൻ എത്ര കുഴി ഉണ്ട് നോക്കട്ടെ പോയിട്ട്. ശരി, നമുക്ക് ഇവിടെ വേണ്ട. കേറിപ്പോ. സേഫ് അല്ല. വേണ്ട ചെരുപ്പ് ഷൂസാനെയും ബിന്ദം ഇറങ്ങുന്നുണ്ട്. പേടിക്കണ്ട. അമ്മ കുഴി എവിടെ ഉണ്ടാവും? അമ്മക്ക് നീന്തറിയോ? അറിയാം, എന്നാ പ്രശ്നമില്ല. പേടിക്കണ്ട പൊന്നോ. എന്തിനാണ് ഈ മക്കൾ എല്ലാരും കൂടിയിട്ട്? പൊന്നോ, നീയും പോവാണോ കുട്ടി? നീയും വെള്ളത്തിൽ പോവാണോ? അധികേ നീ ഇറങ്ങിയാ? ഈ ചെക്കൻ പിന്നെ കുട്ടി കുഴി അപ്പുറത്ത്.
One, two, three, four. പുഴയുടെ തീരത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ്ടോ എല്ലാവരും പുഴയിൽ കളിക്കുകയാണ്. വാവ്, ഇവിടെ കുളിക്കേണ്ടിയായിരുന്നു അമ്മ. ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കണേ. നീ എവിടെ നിന്ന് വരുന്നടി? കറിക്ക ഷൂസൊക്കെ നാശമായി കണ്ട. വരൂ കുഞ്ഞോ കുട്ടി വാ. സമയം കഴിഞ്ഞ അവിടെ നിൽക്കുക. നടക്ക്, ഞാൻ പോകും. അച്ചുവിന്റെ സുഖം ഒക്കെ തിരുന്നാ മതിയല്ലോ. ആ ഇനി കേട്ടോ. ഇവിടെയാണ് ഭംഗിയുള്ള സ്ഥലം. ഈ ഭംഗിയൊന്നും വേണ്ട, നിങ്ങൾ അതിനുള്ളിലെ അമ്പയ്ക്ക് പുല്ലുണ്ട്. ചെരുപ്പ് മാറ്റം അവിടെ നിന്ന്. നല്ല കൊതുകമ്മ. ഗ്ലാസ് എടുത്ത് വേമേ ഒഴിച്ചേരാം. താങ്ക് യു. ഗ്ലാസ് എടുത്ത് വേഗം കുടിക്കടാ. ഷെയർ ചെയ്യടാ. ഒരു മിനിറ്റ്. അപ്പൻ എവിടെയമ്മ? അപ്പനെ എപ്പോഴും ബേക്കരല്ലേ. അപ്പൻ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോഴേക്കും വരും. അപ്പനെ വർത്താനം. അപ്പൊ ഞങ്ങള് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവസാനം തിരിച്ചു വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിരിക്കുകയാണ്. ചായ മറക്കണമ്മ. നല്ല കൊതുകാണ് ഇവിടെ. തീണ്ടുമ്പോത് എന്ന വണ്ണമോ മനസ്സിലെ. നിങ്ങൾക്ക് വേണോ ചായ? കൊതുകടിയും ചായയും. അപ്പൊ ഞങ്ങളുടെ ചായ കൂടെയൊക്കെ കഴിഞ്ഞു. എല്ലാരും ചായ കുടിച്ചു, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ പോവാണ്. ടാറ്റാ ബൈ ബൈ, സി യു. നീ കുറച്ചിതാ ബിസ്ക്കറ്റും ചായയും സൂപ്പർ. മുഖത്ത് കൊതുക്. ഈ മുഖത്തിപ്പുറത്ത്. അപ്പൊ ഞങ്ങളുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. അപ്പൻ എവിടെയായിരുന്നു? ആ അപ്പൻ ഇവിടെ. അപ്പൻ ചായ എടുക്കാമ? അപ്പൻ ചായ ഉണ്ടോ? ബാക്കി നീ കൊടുക്കും. ബാക്കിയോ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഞാനവിടെ പോകേണ്ട ഒരു അമ്മയും നോക്കി ഞാൻ നിന്നു. വർത്താമാനം കുറച്ച് അവിടെ ചായയും കുടിച്ചു.